ഇന്ന് കടയിൽ കയറിയാൽ പല കുട്ടികളുടെയും കണ്ണ് ആദ്യം തിരയുന്നത് മിഠായി ഭരണിയിലേക്കല്ല, മറിച്ച് ആ മുട്ടയുടെ ആകൃതിയിലുള്ള ചെറിയ പ്ലാസ്റ്റിക് കവറിലേക്കാണ്. അകത്തുള്ള മധുരത്തെക്കാൾ കുട്ടികളെ ആവേശപ്പെടുത്തിയത് അതിനുള്ളിൽ ഒളിപ്പിച്ചിരിക്കുന്ന ആ സർപ്രൈസ് തന്നെയായിരുന്നു. വാങ്ങുന്നത് ഒരു മിഠായി ആണെങ്കിലും കുട്ടികളുടെ മനസ്സിൽ അതൊരു നിധിശേഖരം തന്നെയായിരുന്നു. പക്ഷേ ഈ കുഞ്ഞു മുട്ടയുടെ കഥ തുടങ്ങുന്നത് 1946 രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷമുള്ള ഇറ്റലിയിലാണ്. ചോക്ലേറ്റ് സമ്പന്നർക്ക് മാത്രമുള്ള ലക്ഷറി ആയിരുന്ന കാലം, കൊക്കോ കിട്ടാനില്ലാത്ത അവസ്ഥ. അപ്പോൾ പിയാട്രോ ഫെറാറോ എന്ന ഒരാൾ ആൾസ്നട്ട് ചേർത്ത് ഒരു ചോക്ലേറ്റ് ഉണ്ടാക്കുന്നു. അതാണ് പിന്നീട് ഫെറാറോ എന്ന ആഗോള സാമ്രാജ്യത്തിന്റെ തുടക്കം. എന്നാൽ 1974 അദ്ദേഹത്തിന്റെ മകൻ മിഷേൽ ഫെറാറോ ഒരു സത്യം തിരിച്ചറിഞ്ഞു. കുട്ടികൾക്ക് സന്തോഷം നൽകുന്നത് മധുരം മാത്രമല്ല, അത്ഭുതങ്ങൾ കൂടിയാണ്. അങ്ങനെ ജനിച്ചതാണ് നമ്മുടെ ആ മുട്ട, ദ കിൻഡർ സർപ്രൈസ്. എന്നാൽ പ്രശ്നം അവിടെയായിരുന്നു. യൂറോപ്പിലെ തണുപ്പിൽ നിന്ന ഈ ചോക്ലേറ്റ് ചൂടുള്ള രാജ്യങ്ങളിൽ ഉരുകിപ്പോയി. അതിനുള്ള പരിഹാരമായാണ് 2001 കിൻഡർ ജോയ് ജനിക്കുന്നത്. ഒരു ഭാഗത്ത് ക്രീമും ചോക്ലേറ്റും, മറുഭാഗത്ത് ഒരു കളിപ്പാട്ടം. മധുരവും സർപ്രൈസും പൂർണ്ണമായും വേർതിരിച്ച്. എങ്കിലും ലോകത്തിലെ ഏറ്റവും വലിയ വിപണിയായ അമേരിക്കയിൽ ഇത് നിരോധിക്കപ്പെട്ടു. ഭക്ഷണത്തിനുള്ളിൽ കളിപ്പാട്ടം അപകടമാണ് എന്നായിരുന്നു കാരണം. പക്ഷേ മിഷേൽ ഫെറാറോ തോറ്റില്ല. സുരക്ഷിതമായ പുതിയ പാക്കേജിങ്ങിലൂടെ അവർ തിരിച്ചു വന്നു. ഇന്ത്യയിലെത്തുമ്പോൾ വലിയ ചോദ്യം തന്നെ ഉണ്ടായിരുന്നു. ഇത്ര ചെറിയ മിഠായിക്ക് 30 മുതൽ 40 രൂപയൊക്കെ ആളുകൾ കൊടുക്കുമോ? ഉത്തരം അതെ എന്നായിരുന്നു. കിൻഡർ ജോയ് ഇന്ത്യയിൽ ഒരു മിഠായി അല്ല, മറിച്ച് ഒരു സ്റ്റാറ്റസ് സിംബൽ തന്നെ ആയി മാറിയിരിക്കുകയാണ്. കടുത്ത മത്സരം, പരിസ്ഥിതി ആശങ്കകൾ, പ്ലാസ്റ്റിക് വിമർശനങ്ങൾ എല്ലാം മുന്നിലുണ്ട്. എന്നാലും ഓരോ മുട്ട തുറക്കുമ്പോഴും കുട്ടികളുടെ കണ്ണുകളിൽ അതിന് ഇപ്പോഴും അതേ പഴയ ആവേശമാണ്.